നമ്മളിവിടെ യൂട്യൂബിനൊരു തുടക്കം കുറിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് യൂട്യൂബിൽ നമ്മൾ ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടിയും കാണിക്കാനാണെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയാനൊക്കെ പറ്റും. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആവും. നമ്മളുടെ ആ ഒരു ജേണി ഡോക്യുമെൻ്റ് ചെയ്യുന്നതാണ്. എന്തൊക്കെ സ്ട്രഗിൾസ് ആണെന്നുണ്ടെങ്കിൽ പോലും ലേണിങ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ കണ്ടിന്യൂ വാച്ചിങ്. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി ഒരു UK വന്നിട്ട് ആക്ച്വലി ഐ ബിലീവ് ഒരു 2 ഇയേഴ്സിൻ്റെ മുകളിലായി. ആക്ച്വലി നമ്മൾ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റലി ഉള്ളത് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിസയിലാണ്. അപ്പോൾ നമ്മൾ വന്ന ആ ഒരു സമയത്ത് വരുന്നതായിട്ട് മുന്നേ തന്നെ നമുക്ക് ഒരു പ്രോപ്പർട്ടി ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ സാമുവൽ ലീഡ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോസൊക്കെ നമ്മൾ ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ കണ്ടിട്ട് ഒന്ന് പ്രിപ്പയർ ആയിട്ട് അത്യാവശ്യം വന്നതാണ്. ഒരു ബിസിനസ് മൈൻഡ് സെറ്റിൽ തന്നെ വന്നതാണ് ഇങ്ങോട്ട് കേട്ടോ. അപ്പോൾ വന്ന അന്ന് മുതൽ തന്നെ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പല ഇവൻറ്റുകൾക്കാണെന്നുണ്ടെങ്കിലും ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പോകുന്ന നെറ്റ്വർക്കിംഗ് ഇവൻ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മളിങ്ങനെ അത്യാവശ്യം നമ്മൾ കാണാനും പരിപാടികളൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാൻ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ കുറേ പരിപാടികൾക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ ഒക്കെ ഇപ്പോഴും നമ്മളുടെ അടുത്ത് പല കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നെറ്റ്വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ബിസിനസ് ഫീൽഡിൽ, ഏത് ബിസിനസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളീസിൻ്റെ നെറ്റ്വർക്കിംഗ് ഇവൻറ്റിനും പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ബേസിലായിട്ടുള്ള കുറേ പ്രോപ്പർട്ടി റിലേറ്റഡ് നെറ്റ്വർക്കിംഗ് ഇവൻറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല. കാരണം നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കമ്പനി തുടങ്ങുന്നതിന് റെസ്ട്രിക്ഷൻസും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, PSW ആയതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ കമ്പനിയൊക്കെ തുടങ്ങി. പക്ഷേ കുറേ കാലം നമുക്ക് എന്തായിരുന്നു, ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡ് കവർ ചെയ്തെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആ ഒരു ഇനീഷ്യൽ ടൈമിലൊക്കെ നമ്മൾ കുറേ നടന്നു, കുറേ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ശരിയാക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഫെയിലിയർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നമുക്ക് ഓരോ ഫെയിലിയറുകളും നമ്മൾ ഓരോ വീഡിയോസിൽ നമ്മൾ ആ ഒരു സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ പറയാം. പ്ലസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അന്ന് ആ ഒരു സമയത്തൊക്കെ നമ്മൾ കമ്പനി സെറ്റ് ചെയ്തിട്ട് നമുക്ക് പല എക്സ്പീരിയൻസസുകളുണ്ട്. നമ്മൾ കുറേ പ്രോപ്പർട്ടി കുറേ കാണാൻ പോയിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു പർട്ടിക്കുലർ ഒരു ബ്രിട്ടീഷ് ബേസ്ഡ് ഒരു പുള്ളിനായിട്ട് നമ്മളൊരു ജോയിൻറ്റ് വെഞ്ചർ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ കണ്ടിട്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു 10, 20, 30 പ്രോപ്പർട്ടിയോളം ഞാൻ കണ്ടിട്ട്, അതും റെൻറ്റിന് എഗ്രി ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി കണ്ടിട്ട് നമ്മൾ അങ്ങനെ അത് നടക്കാതെ പോയ കാര്യങ്ങളുണ്ട്. എന്നിട്ട് ആ ഒരു പുള്ളിനായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വൽ പർട്ടിക്കുലർ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നോക്കി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ എന്നിട്ട് മാനേജ്മെൻറ്റ് നമുക്കൊരു ഫസ്റ്റ് ക്ലയൻറ്റിന് കിട്ടി. അപ്പോൾ അതെങ്ങനെ കിട്ടി എന്താണെന്നുള്ള സ്റ്റോറിയൊക്കെ നമ്മൾ ഭാവിയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് മാനേജ്മെൻറ്റ് ക്ലയൻറ്റിനെ കിട്ടിയിട്ട് ആ ഒരു മാനേജ്മെൻറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു തുടങ്ങി. അപ്പോൾ ആ മാനേജ്മെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഗോയിങ് ഫോർവേഡ് അത്യാവശ്യം നമുക്ക് കുറച്ച് പോർട്ട്ഫോളിയോ സംഭവങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ആ മാനേജ്മെൻറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇൻകം സ്ട്രീം ശരിക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രോപ്പർട്ടി സോഴ്സിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ കമ്മ്യൂണിറ്റി നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആസ് എൻ എക്സ്പീരിയൻസ് എന്നുള്ള ലെവലിൽ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിപ്പോൾ കറൻ്റ് PSWയിലാവും, ചിലവർ ഡിപ്പെൻഡൻറ്റ് വിസയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ രണ്ട് മൈൻഡുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഒരു എൻ്റർപ്രണർ എന്നുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പാഷൻ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് എന്താണോ പാഷൻ ഉള്ളത് വെച്ചാൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. നമ്മളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ ജോലി ഉള്ളതൊക്കെ നിർത്തി ഇപ്പോൾ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും നമുക്കൊരു ഇൻകം ഒന്നും നമ്മൾ തുടക്കത്തിൽ ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഇതിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് ഇറങ്ങണം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു എൻ്റർപ്രണർഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വർക്ക് ടുവേർഡ്സ് ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 9 to 5 ജോബ് കഴിഞ്ഞിട്ട് 5 to 9 എന്നുള്ള ആ ഒരു സമയം, ഈവനിങ് 5 to 9 നിങ്ങളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ആ ഒരു പാഷനാണെന്നുണ്ടെങ്കിലും സ്വപ്നങ്ങളാണെന്നുണ്ടെങ്കിലും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോപ്പർട്ടി എന്നുള്ള ഫീൽഡിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ
നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതൊരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പം ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി തന്നെ നിങ്ങൾ എടുക്കണം എന്നുള്ളതില്ല. അത് പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക. ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. നിങ്ങൾക്കിപ്പോൾ കറൻ്റ്ലി എന്താണ് ടൈം ബേസിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോവുകയാണ്. അതേസമയം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനിപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആണെന്ന് കൂട്ടിക്കോ. ഞാൻ അക്കൗണ്ടൻറ്റ് രാവിലെ 9 to 5 ഇങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വേറൊരു ഇൻകം സ്ട്രീം ഒന്നുമില്ല. ഈ അക്കൗണ്ടൻറ്റിൻ്റെ സാലറിയാണ് എൻ്റെ ആകെയുള്ള ഒരു ഇൻകം സ്ട്രീം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഫ്ലോ സ്ട്രാറ്റജി ആണ് നമ്മൾ ഡെഫിനറ്റ്ലി ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് UK നമുക്കുള്ളത് പ്രോപ്പർട്ടി സോഴ്സിങ് എന്നുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്, റെൻറ്റ് ടു റെൻറ്റ് എന്നുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. ഇതാണ് ഈ രണ്ടെണ്ണമാണ് കോമൺ ആയിട്ട് ക്യാഷ് ഫ്ലോ സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ എന്ത് വേണം, ഫണ്ട് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അതും വെൽത്ത് ജനറേഷൻ സ്ട്രാറ്റജീസാണ്. അത് ആർക്കൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ തന്നെ നമ്മൾ അക്കൗണ്ടൻ്റ് ആണ്, പക്ഷേ എനിക്ക് ഒരു 2-3 പ്രോപ്പർട്ടി ഉണ്ട്. അതുമെന്ന് എനിക്ക് ഓൾറെഡി ഇൻകം സ്ട്രീം വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ടൻ്റ് ആയിട്ട് സാലറീഡ് ബേസിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അതേസമയം എനിക്ക് വേറൊരു കൺസൾട്ടിങ് ഡിവിഷൻ്റെ ഒരു ബിസിനസ് ഉണ്ട് എന്ന് നോക്കിയോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഒരു ഇൻകം സ്ട്രീം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻകം സ്ട്രീം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്യാഷ് ഫ്ലോ ആവില്ല. എനിക്ക് ക്യാഷ് ഫ്ലോ ഓൾറെഡി വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ഓൾറെഡി വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്നുള്ളത് എന്താവും, വെൽത്ത് ജനറേഷൻ സ്ട്രാറ്റജി ആവും. വെൽത്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് നമ്മളിപ്പോൾ ഫ്ലിപ്പ് അപ്പോഴും ഒരു ബൾക്ക് ഫണ്ട് ഇട്ടിട്ട് നമ്മൾ ബൾക്ക് ഹ്യൂജ് ചങ്ക് ഓഫ് ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷെ അതല്ലാതെ ബൈ ടു ലെറ്റ്, BRR, പിന്നെ അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ കൺവേർഷൻ, ഇപ്പോൾ ഇങ്ങനത്തെ HMO കൺവേർഷൻ, ഇങ്ങനത്തെ പ്രൊജക്റ്റുകളൊക്കെ ആവും ഇങ്ങനത്തെ ഓൾറെഡി ഒരു ഇൻകം സ്ട്രീം ഉള്ള ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്തെടുക്കാൻ, നിങ്ങളുടെ ഏത് സ്ട്രാറ്റജി വേണം നിങ്ങൾ എന്നുള്ളത് ഫോക്കസ് ചെയ്യാൻ. അപ്പോൾ എന്നിട്ട് വേണം നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജീനെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാൻ. നിങ്ങൾക്ക് മാർക്കറ്റിലുള്ള ഓവറോൾ സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഈ കോഴ്സ് സെയിൽ എന്നുള്ളത് അതൊരു ബിസിനസ്സാണ്. അത് നിങ്ങൾ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ ഒരു കോഴ്സിനെ പോകുമ്പോൾ ചെറിയൊരു കാശിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കാശിലൊരു സംഭവം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു കാശിലൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതൊരു കോഴ്സ് സെല്ലിംഗ് ടാക്ടിക്സ് ആണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മോശമാണ് എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെറുതായിട്ടുണ്ടാവുക. അപ്പോൾ ഒട്ടുമിക്ക ഈ കോഴ്സ് സെല്ലിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനീഷ്യലി ഉള്ള ഒരു സംഭവത്തിന് പോകുമ്പോൾ ചിലപ്പോൾ ഒരു 10,000 പൗണ്ട് അല്ലെങ്കിൽ 1,00,000 പൗണ്ടുള്ള സാധനം 100 പൗണ്ടിന് തരാമെന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഈ 100 പൗണ്ടിന് നിങ്ങൾക്ക് എന്ത് കിട്ടൂല, ഈ 10,000ൻ്റെ വാല്യൂ ഉള്ള സംഭവം ഒന്നും കിട്ടൂല. 100 പൗണ്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവമാണ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പറയുക, അപ്പോൾ 2,000 പൗണ്ടിൻ്റെ ഒരു സാധനമാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15,000 പൗണ്ടിൻ്റെ ഒരു സാധനമാവും. അപ്പോൾ ഈ ഒരു സംഭവം മൈൻഡിൽ ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു അൾട്ടിമേറ്റ്ലി ഉള്ള കോഴ്സിൻ്റെ ആൾക്കാരനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ചിട്ട് അവരോട് റിയലിസ്റ്റിക് ആയിട്ട് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് ഇത് ശരിക്കും വാല്യുബിൾ ആണോ, നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് എന്താണെന്നുള്ളത് വാല്യുബിൾ ആണോ എന്നുള്ളതൊക്കെ സംസാരിച്ച് നോക്കി നോക്കുക. അവർക്ക് റിയൽ ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ടോ, അത് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടി ആവണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു കോഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആസ് എൻ ഇൻവെസ്റ്റർ എന്നുള്ള ബേസിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സിൻ്റെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് അത്രയ്ക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഈ ബിസിനസ് ഇറങ്ങി തിരിച്ച് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്നത് പ്രോപ്പർട്ടി സോഴ്സേഴ്സിൻ്റെ, അതല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി മാനേജേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ട്, അതല്ലാതെ ലെറ്റിംഗ് ഏജൻറ്റ്, ഇങ്ങനെ ത്രൂ ഹെൽപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. അപ്പോൾ ഈ ഓരോരുത്തർക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസും ഡിഫറൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട വേസും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഇറങ്ങി തിരിച്ച് ചെയ്യേണ്ട ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് അപ്രോച്ചാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതേസമയം നിങ്ങൾ പ്യുവർലി ആസ് എൻ ഇൻവെസ്റ്റർ എന്നുള്ള ലെവലിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സ്ട്രാറ്റജീസും ഡിഫറൻ്റ് ആണ്. ഇതേപോലെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തരും കേട്ടോ. നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഗോയിങ് ഫോർവേഡ് നിങ്ങൾക്ക് നല്ല വാല്യുബിൾ ആയിട്ടുള്ള സെഷൻസും സംഭവങ്ങളൊക്കെ നമുക്ക് തരാൻ പറ്റും കേട്ടോ.